പ്രവാസികൾക്ക് ആശ്വാസമായി ഡേ നൈറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം എടപ്പാളിൽ ഇന്ന് ആരംഭിക്കുകയാണ്. അബുദാബി ആസ്ഥാനമായുള്ള ഡേ നൈറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം എടപ്പാളിൽ എത്തുമ്പോൾ എല്ലാ യാത്രക്കാർക്കും എല്ലാ പ്രവാസി ആളുകൾക്കും അതിൻ്റെ ഉപകാരപ്രദമായ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഡയറക്ടർ നാസർ. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണുള്ളത്. ഡേ നൈറ്റ് എടപ്പാളിൽ എത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അബുദാബിയിൽ ഓൾറെഡി നമുക്ക് കുറച്ച് കാലമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മീൻസ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എടപ്പാൾ. അപ്പോൾ നമ്മൾ മറ്റ് കാര്യങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഡേ നൈറ്റ് ഫ്യൂച്ചറിൽ ആലോചിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഇവിടെ എടപ്പാളിൽ നിന്ന് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ആൾ ഒരു വിസ എടുത്തിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഇപ്പോൾ UAE അല്ല മറ്റു രാഷ്ട്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ എടുത്തുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ എവിടെ താമസിക്കും, അല്ലെങ്കിൽ ജോബ് എങ്ങനെ അന്വേഷിക്കും. അപ്പോൾ ഒരു വിസിറ്റിംഗ് കിട്ടിയാൽ മാത്രമേ റിലേഷനിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളത് പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ്, അക്കോമഡേഷൻ മാത്രമല്ല അവർക്ക് ട്രാൻസ്പോർട്ടിങ്ങിനുള്ള ഒരു ഇത് നമ്മൾ അറേഞ്ച് ചെയ്യും. കൂട്ടത്തിൽ അവർക്ക് ജോലി അന്വേഷിക്കാനുള്ള മറ്റുള്ള സൈറ്റിലൊക്കെ കയറിയിട്ട് ചെയ്യാനുള്ള എല്ലാവിധ ഹെൽപ്പും നമ്മൾ ഇതിനോട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് വരുന്ന ഒരാൾക്ക് എല്ലാ സപ്പോർട്ടും ഒരിക്കലും ഭയപ്പെടാതെ ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു സൊല്യൂഷൻ കൂടി നമ്മൾ ഈ ഡേ നൈറ്റ് ടൂറിസം പാസ്പോർട്ട്, വിസ, ട്രാവൽ കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാം നമ്മൾ ടിക്കറ്റ്, അതുപോലെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ടൂർ പാക്കേജസ് അത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മളൊരു വിസ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചില ട്രാവൽസിൽ നിന്നൊക്കെ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് റിജക്റ്റ് ആവും. അപ്പോൾ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് കാരണം എന്ന് അറിയില്ല, കാരണം അവരെ കൊണ്ട് പറയാൻ പറ്റില്ല, അത് റിജക്റ്റ് ആവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് ചെറിയൊരു സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് എങ്ങനെ റിജക്റ്റ് ആയി എന്ന് അന്വേഷിക്കാൻ ലേബറിലായാലും എമിഗ്രേഷനിലായാലും നമുക്ക് അതിനൊരു സോഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാരണവശാൽ അത് റിജക്റ്റ് ആയെന്നും അതിന് കാരണം കണ്ടുപിടിച്ച് അതിന് വേണ്ടത് ചെയ്തിട്ട് ആ വിസ എടുത്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ശ്രമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. പാക്കേജൊക്കെ പറയുമ്പോൾ ആളുകളൊക്കെ വലിയൊരു എമൗണ്ട് ഒക്കെ പ്രതീക്ഷിക്കും. ആ രീതിയിലാണോ, എങ്ങനെയാണോ ഒരു വളരെ അല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വലിയൊരു ഹൈ പറഞ്ഞാൽ ആർക്കും ഇന്നത്തെ കാലത്ത് താങ്ങാൻ പറ്റില്ല. ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അയാൾ ചിന്തിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഏറ്റവും ലളിതമായ രൂപത്തിൽ ചെറിയ എക്സ്പെൻസിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ കേരളത്തിൽ എവിടെ നിന്നായാലും ശരി, ഇവിടുത്തെ ട്രാൻസ്പോർട്ടിങ് അടക്കം വളരെ ചീപ്പിൽ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ UAEയിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് സർവീസ് കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മളെ ഉദ്ദേശം. അബുദാബിയിൽ മാത്രമാണോ അതോ എങ്ങനെയാണ് വിദേശ രാഷ്ട്രങ്ങളിൽ പ്രവർത്തനങ്ങൾ അബുദാബി കേന്ദ്രീകരിച്ച്? അല്ല, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അബുദാബിയിലാണ്. ഭാവിയിൽ ഇപ്പോൾ നമ്മൾ എടപ്പാൾ ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വിയറ്റ്നാമിൽ ഓൾറെഡി നമ്മളതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ വിയറ്റ്നാമിൽ നമ്മൾ ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൂർ പാക്കേജ് ഇപ്പോൾ യൂറോപ്പിലേക്കും മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മൾ അബുദാബി മാത്രം ബേസ് ചെയ്തിട്ടായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലും മറ്റ് യൂറോപ്യൻ ഇതിലൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പാക്കേജൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഓരോ സമയങ്ങളിലും ഓരോ പാക്കേജുകൾ അനൗൺസ് ചെയ്യുകയാണോ ചെയ്യുക? എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? എങ്ങനെയാണ്? അല്ല, നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ ബ്രോഷർ പോലെ നമ്മൾ ചെയ്യുന്നത് ആ സമയത്തുണ്ടാകുന്ന ഒരു പാക്കേജ്. ഇപ്പോൾ യൂറോപ്പിൽ പോകുന്ന ഒരു പാക്കേജിന് സമയമുണ്ട്, കാരണം ഓഫർ ഇടാൻ. ആ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ നമ്പറുമായിട്ടും അതേപോലെ ഇപ്പോൾ ഇവിടെ തന്നെ UAEയിലെ നമ്പറും അവിടുത്തെ നമ്പറും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തെങ്കിലും സംശയം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ UAE നമ്പറിൽ വാട്സപ്പോ വിളിക്കുകയോ ചെയ്താൽ നമുക്ക് അറ്റ് എനി ടൈം 24/7 നമ്മൾ അലർട്ടായിരിക്കും. ട്രാവലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും ഡേ നൈറ്റിനെ സമീപിക്കാമെന്നർത്ഥം? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ട്രാവൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ UAEയിൽ ഇപ്പോൾ എവിടെ പോകാനും ഇപ്പോൾ ഇവരെ ഈ ടിക്കറ്റിങ്ങും ഇത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരാഴ്ച വീക്കെൻഡ് നന്നായി ചിലവഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മളെ സമീപിച്ചാൽ ആ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അവർക്ക് UAEയിലുള്ള മുഴുവൻ കാര്യങ്ങളും, UAE എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ ടൂർ സംബന്ധമായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റെഡിയാണ്. ട്രാൻസ്പോർട്ടേഷനും ഹോട്ടൽ ബുക്കിംഗ്, അവർക്ക് വേണ്ട ഗൈഡിങ് ചെയ്യാനുള്ള ആളും എല്ലാം റെഡിയാണ്. എന്നിട്ട് അങ്ങനെയുള്ളൊരു പാക്കേജാണ്. നമ്മളൊരു വെറും ടിക്കറ്റിങ്ങോ വിസിറ്റിംഗ് വിസ അങ്ങനെയല്ല, മൊത്തം പാക്കേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊരു ആവശ്യം വന്നാലും, ഈവൺ ഇപ്പോൾ ഒരു വിസ എടുത്തിട്ട് കിട്ടാതായാൽ പോലും നമ്മളെ സമീപിക്കാം, നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. അത്രയും ഉറപ്പ് തരികയാണ്. നിരവധി വർഷത്തെ പരിചയസമ്പന്നത ഇതിനൊരു വലിയൊരു വിശ്വാസ്യത ആളുകൾക്ക്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ വളരെ ചെറുപ്പം മുതൽ UAEയിലുള്ള ഒരാളാണ്. ഒരു 10-14 വർഷമായി. വളരെ ചെറുപ്പം മുതൽ ഞാനിപ്പോൾ എൻ്റെ ടീമുണ്ട്, അവരൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കും ഇപ്പോൾ ഞങ്ങൾ കുറച്ച് 2-3 ആൾക്കാർ ഒരു ടീമാണിത്. അപ്പോൾ
ഞങ്ങൾ ആ ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഒരാളെ കൊണ്ട് പറ്റാത്ത കുറേ കാര്യങ്ങൾ മറ്റാൾക്ക്, അതായത് എൻ്റെ ഒരു നമ്മളെ ടീമിൽപ്പെട്ട ഒരാളാണ്. അതേപോലെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഇവരെ കൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ അത് കാര്യം നിർവഹിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും അതൊരു പരാജയം ആവില്ല. അതൊക്കെ 100% അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പ് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ജോലി അന്വേഷിച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഒരു ടൂറ് അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന് ഒരു വഴി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും, ചോദ്യം ഉണ്ടാവും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ UAE വന്നിട്ടൊരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്രേഡ് ലൈസൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ ഒരാൾ നമ്മളെ സമീപിക്കാം, നമ്മളോട് നമ്മുടെ ഇപ്പോൾ ഈ എടപ്പാളിൽ വന്ന് തന്നെ അന്വേഷിക്കാം, ഞങ്ങൾക്ക് UAE ഒരു ബിസിനസ് തുടങ്ങാണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് അതിന് ഗൈഡ് ചെയ്ത് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ 100% എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. എടപ്പാളിലാണ് ഈ ഓഫീസ് ഉള്ളത്. സ്വാഭാവികമായും ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ ഒരു ഓഫീസ് എന്ന നിലക്ക് എല്ലായിടങ്ങളിലെയും ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഇപ്പോൾ എടപ്പാളിലുള്ളത്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ വളാഞ്ചേരി ഇപ്പോൾ സേവനം തീർച്ചയായിട്ടും കേരളത്തിലുള്ള ഏത് ഭാഗത്തുള്ള ആളുകൾക്കും സേവനം പ്രതീക്ഷിക്കാം. ഭാവിയിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മളോരോ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്നാണ് ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണ ഉണ്ടാവട്ടെ. ആളുകളോട് എന്താണ് അവർ യാത്രക്കാരോടും അല്ലെങ്കിൽ പ്രവാസികളോടും അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇതന്നെ, നമ്മളെ 100% നമ്മളെ വിശ്വസിക്കാം. നമ്മളെ അടുത്ത് വരുന്ന ഒരാൾക്ക് നിരാശപ്പെടേണ്ട ഒരു ആവശ്യം വരില്ല. നമ്മളെ അടുത്ത് വരുന്ന ഒരാൾക്ക് എന്തൊക്കെ നമ്മളാൽ വെറും കാശ് മാത്രം മോഹിച്ചല്ല ഞങ്ങളിത് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വർഷങ്ങളായി നമ്മളും പല കാര്യങ്ങൾക്കും വേണ്ടി പല ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരു ഓഫീസ് തുറക്കാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക പുതിയതായി വരുന്നവർക്ക് എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം.